സിൽവർ ലൈൻ പദ്ധതി LDF സർക്കാരിൻ്റെ ആണ്, പിണറായി വിജയനാണ് മുന്നോട്ട് വെച്ചത്. ഒരു പ്രോജക്റ്റ് എന്നുള്ള നിലയ്ക്ക് അത് വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള പ്രോജക്റ്റ് ആയിരുന്നു. അതിനോടുണ്ടായ പ്രതിഷേധവും അല്ലെങ്കിൽ എതിർപ്പിൻ്റെയൊക്കെ കാരണം എന്ന് വെച്ചാൽ ആ പ്രോജക്റ്റിനുള്ള എതിർപ്പാണ് ഞാൻ മനസ്സിലാക്കുന്നില്ല. അത് നടപ്പിലാക്കുന്ന രീതിയിലുണ്ടാകുന്ന പ്രശ്നമാണ്. അങ്ങേറ്റത്തെ എന്താ പറയുക, യാതൊരു വിധത്തിലുള്ള കൺസൾട്ടേഷനും ഇല്ലാതെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് സാമൂഹ്യ പ്രസ്ഥാനങ്ങളുമായിട്ടോ ജനങ്ങളുമായിട്ടോ ഒരു കൺസൾട്ടേഷനും ഇല്ലാതെ ഉദ്യോഗസ്ഥന്മാർ പോലീസുകാരെയും കൂട്ടി വരിക, മതിൽ ചാടിക്കടന്ന് ആളുകളുടെ അടുക്കളയിലും മുറ്റത്തുമൊക്കെ മഞ്ഞക്കുറ്റി സ്ഥാപിച്ചു. അപ്പോൾ മഞ്ഞക്കുറ്റി എന്ന് പറയുന്ന ഒരു പ്രയോഗം തന്നെ അന്ന് വന്നു. അതുമായി അങ്ങനെ പോലീസുമായിട്ട് ക്ലാഷ് ഉണ്ടാകുന്നു, സംഘർഷം ഉണ്ടാകുന്നു, പോലീസ് മാരകമായിട്ട് മർദ്ദിക്കുന്നു, ജയിലിലടക്കുന്നു, ഇങ്ങനെ പോകുന്നു. അപ്പോൾ അത്തരം വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ കേരളയിൽ വരും കേട്ടോ എന്ന് തന്നെ നമ്മളെ രാജാവ് പ്രസംഗിക്കുന്നു. ഇതാണ് ഇതിലെ പ്രശ്നം ഉണ്ടായത്. യാതൊരു വിധത്തിലുള്ള കൺസൾട്ടേഷൻ ആ വിഷയത്തിലുണ്ടായില്ല. അപ്പോൾ അതിൽ പ്രശ്നം വരുന്നത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾ കേരളിനെ എതിർത്ത് രംഗത്ത് വരുന്നത് കേരളയിൽ പാരിസ്ഥിതികമായിട്ടുള്ള ആഘാതം സൃഷ്ടിക്കുന്നു. ഇപ്പോൾ കേരളവുമായി ബന്ധപ്പെട്ട് പ്രധാനമായി 5 വാദങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്. ഒന്ന് അതിൻ്റെ ഇക്കോളജിക്കൽ ഇമ്പാക്റ്റാണ്, പാരിസ്ഥിതിക ആഘാതം, ഫിനാൻഷ്യൽ വയബിലിറ്റി, പിന്നെ ഈ സ്റ്റാൻഡ് അലോൺ പ്രോജക്റ്റാണ്. മറ്റേ ഇത് സ്റ്റാൻഡേർഡ് ഗേജാണ്, നമ്മുടെ ബാക്കി റെയിലൊക്കെ ബ്രോഡ് ഗേജാണ്, ഒരു നിലക്കുള്ള കണക്ടിവിറ്റി ഉണ്ടാവില്ല, ഇത് സ്റ്റാൻഡ് അലോൺ ആയിട്ട് നിൽക്കും, ഒരു ഉപകാരമില്ല. പിന്നെ ഈ ഹ്യൂമൻ കോസ്റ്റ്, ഇതൊക്കെയാണ് ശാസ്ത്രീയമായിട്ട് അതിനെതിരെ ഉയർന്നു വന്നത്. പക്ഷേ അതിനെതിരെ പ്രതിഷേധമായിട്ട് രംഗത്ത് വരുന്ന ആളുകൾക്ക് ഇതൊന്നുമല്ല വിഷയം. ഇത് ഇക്കോളജിക്കൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുമോ, പരിസ്ഥിതി പ്രശ്നം ഉണ്ടാക്കുമോ, എംപാക്ട്മെൻറ്റ്, നമ്മുടെ ജലത്തിൻ്റെ സ്വാഭാവിക സഞ്ചാരത്തെ തടയും, ഇതൊന്നുമല്ല. അവരുടെ പ്രശ്നം എന്താണ്? അവരുടെ ഭൂമിയും കിടപ്പാടുമാണ്. എൻ്റെ ഭൂമി നഷ്ടപ്പെടുകയാണ്, എൻ്റെ കിടപ്പാടം നഷ്ടപ്പെടും. നോക്കൂ, കേരളത്തിൽ ഒരാൾ ഒരു 5 സെൻറ്റ് ഭൂമി കൈവശപ്പെടുത്തി അതിലൊരു വീട് പണിയുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ കഥ എന്താ സൈഫുവിന് അറിയില്ല. അയാളുടെ ജീവിതമാണത്. അപ്പോൾ അതൊരു ദിവസം കുറച്ച് ഉദ്യോഗസ്ഥന്മാർ പോലീസുകാരെയും കൂട്ടി വന്നിട്ട് മഞ്ഞക്കുറ്റി അടിക്കുകയാണ്. അയാൾക്ക് അതിൽ ഒരു കാര്യമില്ല. ആ ഭൂമി ബാങ്കിൽ എന്തെങ്കിലും ഒരു ലോണിന് വേണ്ടി വെക്കാൻ പറ്റും, പണയപ്പെടുത്താൻ പറ്റില്ല, ക്രയവിക്രയം ചെയ്യാൻ പറ്റില്ല. തൻ്റെ ജീവിതത്തിനുമേൽ വന്ന ഒരു എന്താ പറയുക, നെഞ്ചിൽ തറച്ച കല്ലായിട്ടാണ് ഈ മഞ്ഞക്കുറ്റിയെ ഇവർ കാണുന്നത്. അതുകൊണ്ട് അവർ രംഗത്തിറങ്ങി. അവർ അങ്ങേയറ്റത്ത് ക്രോധത്തോടുകൂടി പ്രതിഷേധത്തോടുകൂടി ഇതിനെതിരെ രംഗത്തിറങ്ങി. അപ്പോൾ അത്തരം പ്രതിഷേധങ്ങളെ ഒരു നിലക്കും മൈൻഡ് ചെയ്തില്ല സർക്കാരോ പാർട്ടിയോ മൈൻഡ് ചെയ്തില്ല. പിണറായി വിജയൻ കേരളയിൽ വരും കേട്ടോ എന്ന് പ്രസംഗിക്കും. ഗോവിന്ദ മാഷ് തൻ്റെ കോമഡികൾ ഉണ്ണിയപ്പം എന്തൊരു അപ്പം വെക്കലും ഈ ജാതി കോമഡി പീസുകളുമായിട്ട് അങ്ങേര് രംഗത്തിറങ്ങി ആളുകളെ വെറുപ്പിച്ചു. അതാണ് അതിൽ സംഭവം ഉണ്ടായത്. അപ്പോൾ ഈ വെറുപ്പ് ജനങ്ങൾക്കുണ്ടെന്ന് PD സതീശൻ നന്നായിട്ട് അറിയാം. അതാണ് അദ്ദേഹം ഇപ്പോൾ എൻകാഷ് ചെയ്തിരിക്കുന്നത്. വന്ന് ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഇത് ഡീനോട്ടിഫൈ ആണ് ചെയ്തിരിക്കുന്നത്. അജീബ് സ്വർണ്ണാരി കേരയിൽ എന്ന് പറയുന്ന പ്രോജക്റ്റോ അല്ലെങ്കിൽ അതൊരു പ്രോഡക്റ്റാണല്ലോ ഒരർത്ഥത്തിൽ, അതില്ലാന്നൊന്നുമല്ല. ഈ അതിന് വേണ്ടിയിട്ടുണ്ടാക്കി ഇറക്കിയ നോട്ടിഫിക്കേഷൻ അത് ഡീനോട്ടിഫൈ ചെയ്യാണ് ചെയ്തിരിക്കുന്നത്. ഡീനോട്ടിഫൈ ചെയ്യുന്നതുകൊണ്ട് സംഭവിക്കുന്നതാണ് ഈ ഭൂമിയെല്ലാം സ്വതന്ത്രമായി, ഈ മനുഷ്യർക്ക് ആശ്വസിക്കാം, അവർ സതീശന് വേണ്ടി പ്രാർത്ഥിക്കും, ഈ മനുഷ്യൻ മഹാൻ എന്നവർ പറയും. പക്ഷേ പ്രശ്നം കിടക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇവർ പ്രതിഷേധത്തിന് ഇറങ്ങിയത്? അവരുടെ ഭൂമി നഷ്ടപ്പെടും എന്നുള്ളതുകൊണ്ടാണ്, അവരുടെ കിടപ്പാടം നഷ്ടപ്പെടും എന്നുള്ളതാണ്. ഇത് കേരളത്തിൻ്റെ കാര്യത്തിലല്ല, കേരളത്തിൽ ഏത് മെഗാ പ്രോജക്റ്റ് വന്നാലും ഈ പ്രശ്നമുണ്ട്. അത് VD സതീശനല്ല, സാക്ഷാൽ രാഹുൽ ഗാന്ധിയാണ് മുഖ്യമന്ത്രിയായിട്ട് വരുന്നതെങ്കിലും ആ പ്രശ്നത്തെ അഭിമുഖീകരിക്കാതെ പോകാൻ പറ്റില്ല. ഇതൊരു ജെന്യൂൻ ഇഷ്യൂ ആണ്. ഇതെങ്ങനെ പരിഹരിക്കും? അപ്പോൾ നമുക്ക് മെഗാ പ്രോജക്റ്റുകൾ വേണ്ടേ? നമുക്ക് കാളവണ്ടി യുഗത്തിൽ നിന്നാൽ പോരല്ലോ. അടുത്ത തലമുറയോട് നമ്മൾ മറുപടി പറയണ്ടേ? കണക്ടിവിറ്റി എന്ന് പറയുന്നത്, ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് വികസനവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം കേരളത്തിൽ എന്താ ചെയ്യുക? ഇതൊരു പ്രശ്നമാണല്ലോ. അതിലിപ്പോൾ പിണറായി വിജയനെ ചീത്ത പറഞ്ഞിട്ടോ അല്ല വേറെ ചീത്ത പറഞ്ഞിട്ടോ കാര്യമില്ല. ഇങ്ങനെ ഒരു വിഷയം അവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ കേരളത്തിൻ്റെ ഈ ഹാബിറ്റേഷൻ സ്ട്രക്ചർ, ഒരു ആവാസ ഘടനയുണ്ടല്ലോ, അതിനകത്ത് തന്നെ ഒരു ഫണ്ടമെൻ്റലായൊരു പ്രശ്നമുണ്ട്. കേരളത്തിൽ എല്ലായിടവും മനുഷ്യവാസമുള്ള ഇടങ്ങളാണ്. കേരളത്തിന് പുറത്ത് യാത്ര ചെയ്തിട്ടുണ്ടല്ലോ സൈഫ്, നോക്കൂ, കോയമ്പത്തൂർ കഴിഞ്ഞ് ഈറോഡേക്ക് പോവുകയാണ്. കോയമ്പത്തൂർ നഗരം കഴിഞ്ഞാൽ പിന്നെ ഒഴിഞ്ഞ സ്ഥലങ്ങളാണ്. ഈറോഡ് എത്തുന്നത് വരെ അല്ലെങ്കിൽ സേലം എത്തുന്നത് വരെ ഒഴിഞ്ഞ സ്ഥലങ്ങളാണ്. അത് കേരളത്തിന് പുറത്ത് എവിടെ യാത്ര ചെയ്താൽ നിങ്ങൾക്ക് അങ്ങനെ കാണാൻ പറ്റും അല്ലേ? വിദേശത്ത് നോക്കൂ, വിദേശത്തും അങ്ങനെ തന്നെയാണ്. പക്ഷേ കേരളത്തിൽ അങ്ങനെയല്ല. മഞ്ചേശ്വരം മുതൽ പാറശാല വരെ ഇതൊരു ബിഗ് സിറ്റിയാണ്. എല്ലായിടത്തും മനുഷ്യവാസമാണ്, എല്ലായിടത്തും വീടുകളാണ്. ആ ലോകത്തിന് അപൂർവമായുള്ളൊരു പ്രതിഭാസമാണ് ഇങ്ങനെയുള്ള ഒരു ആവാസ ഘടന എന്ന് പറയുന്നത്. എന്താണ് അതിൻ്റെ കാരണം വെച്ചാൽ പല വ്യാഖ്യാനങ്ങളുണ്ട്. ഒന്ന്, വെള്ളത്തിൻ്റെ സാർവത്രികമായ ലഭ്യതയാണ് അതിൻ്റെ കാരണം എന്ന് പറയുന്നു. നമുക്ക് വെച്ചാൽ ഒരു വീട്, ഒരു മുറ്റം, ഒരു കോല, ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ പരിപാടി. അതുപോലെ വിട്ട് കളിയില്ല. അപ്പോൾ അത് തന്നെയാണ് ഇതിലെ പ്രശ്നവും.
അങ്ങനെ പറ്റുമോ ശരിക്കും? എല്ലായിടത്തും ഞാൻ ഒരാശയം വെക്കുകയാണ്. വീടുണ്ടാക്കാനുള്ള സ്ഥലങ്ങൾ അത് നോട്ടിഫൈ ചെയ്ത ഏരിയകളിൽ മാത്രമേ ആളുകൾ വീട് വെക്കാൻ പറ്റുകയുള്ളൂ എന്നൊരവസ്ഥ ചില കൃഷിക്ക് വേണ്ടി നോട്ടിഫൈ ചെയ്ത ഏരിയകളുണ്ടാവും. അവിടെ എന്താണ് കൃഷി മാത്രം. പിന്നെ ഇൻഡസ്ട്രിക്ക് വേണ്ടി നോട്ടിഫൈ ചെയ്ത ഏരിയകളിൽ ഇൻഡസ്ട്രി മാത്രം. ഈ നിലയിൽ നമ്മുടെ ഈ പറയുന്ന ഭൂ ഉടമസ്ഥതയിലും ഭൂവിനിയോഗത്തിലും തന്നെ വളരെ ഫണ്ടമെൻ്റലായ മാറ്റം വന്നിട്ടില്ലെങ്കിൽ ഈ പ്രശ്നം എല്ലാ സർക്കാരുകളും അഭിമുഖീകരിക്കും. എല്ലാ വികസന പദ്ധതികളുടെ കാര്യത്തിലുണ്ടാവും. അത് വെറും റെയിൽവേ പ്രോജക്റ്റിൻ്റെ അല്ല ഹൈവേ പ്രോജക്റ്റിൻ്റെ കാര്യത്തിൽ മാത്രമല്ല. ഒരു ബിഗ് ഇൻഡസ്ട്രി വരണമെന്ന് വിചാരിക്കാം. ഓക്കെ, അത് ഈ എമിഷൻ പുക വിടുന്നതൊന്നുമല്ല. ഒരു വലിയൊരു ഇലക്ട്രോണിക് പ്ലാന്റ് വരികയെന്ന് വിചാരിക്കുക. ചിപ്പുകൾ ഉണ്ടാക്കുന്ന ഒരു പ്ലാന്റ് വരികയെന്ന് വിചാരിക്കുക. അതിന് ഇത്ര ഏക്കർ സ്ഥലം വേണമെന്ന് പറഞ്ഞാൽ കേരളത്തിൽ അങ്ങനെ അതിനു വേണ്ടി നോട്ടിഫൈ ചെയ്തെടുക്കാൻ സ്ഥലമില്ല. അപ്പോൾ ആളുകളുടെ താമസത്തിന് വേണ്ടി നോട്ടിഫൈ ചെയ്ത ഏരിയകൾ, ഡിസൈനേറ്റഡ് നൈബർഹുഡുകൾ, അവിടെ ഫ്ലാറ്റുകളോ അപ്പാർട്ട്മെൻറ്റ് സമുച്ചയങ്ങളോ വില്ലാ സമുച്ചയങ്ങളൊക്കെ പണിയുക, അവിടെ താമസിക്കുക മനുഷ്യർ. മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി അതിനായിട്ട് ഡിസൈനേറ്റ് ചെയ്ത ഏരിയകൾ, ഇൻഡസ്ട്രിക്ക് വേണ്ടി ഡിസൈനേറ്റ് ചെയ്ത ഏരിയകൾ, മറ്റു കാര്യങ്ങൾക്ക് ഡിസൈനേറ്റ് ചെയ്ത ഏരിയകൾ, ഇങ്ങനെ നമ്മുടെ ഈ ഹാബിറ്റേഷൻ സിസ്റ്റത്തിൽ തന്നെ ഫണ്ടമെൻ്റലായ മാറ്റം വരുത്തിയിട്ടില്ലെങ്കിൽ ഈ പ്രശ്നം എല്ലാ സർക്കാരും അഭിമുഖീകരിക്കും. പക്ഷേ ആ നിലക്കുള്ള എന്തെങ്കിലും ഒരു ചിന്തയോ ആലോചനയോ നമ്മുടെ സംസ്ഥാനത്ത് ആരും മുന്നോട്ട് വെച്ചിട്ടില്ല. അതത്ര എളുപ്പം നടക്കുന്ന കാര്യമല്ല. പക്ഷേ അങ്ങനെ നമുക്ക് കൃഷിഭൂമിയില്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതാണ്, നമുക്ക് കൃഷിഭൂമിയില്ല, നമുക്ക് വ്യവസായ ഭൂമിയില്ല, നമുക്ക് പിന്നെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയുള്ള ഭൂമിയില്ല. നമുക്ക് ആകെ ഉള്ളത് എന്താ? പ്രൊജക്റ്റും ഇല്ല. അതിലൊരു കാര്യം അറിയാനുണ്ട്. നമുക്ക് വനഭൂമിയുണ്ട്, തോട്ടഭൂമി. അതെ, നമ്മുടെ വനഭൂമി മൊത്തം ടോട്ടൽ ഏരിയയുടെ 26 മുതൽ 30% വരെ വരും. വർദ്ധിക്കുകയും ചെയ്യും. നമ്മൾ ട്രീ കവർ വർദ്ധിക്കുന്നുണ്ട്. അത് വേറെ. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ ഈ നിലക്ക് കേരളത്തിൻ്റെ ഒരു ആവാസ ഘടനയെക്കുറിച്ച് തന്നെ ഇനി വേറൊരു കാര്യമുണ്ട് കേട്ടോ. ഈ പാരിസ്ഥിതികമായിട്ടുള്ള സംഗതി ഉന്നയിക്കുന്ന ആളുകൾ തന്നെ നമ്മൾ വീട് വെക്കുന്നുണ്ടല്ലോ, അത് എല്ലായിടത്തും പോയി വീട് വെക്കുന്നത് പാരിസ്ഥിതികമായിട്ട് അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്താണ്? അതൊരു വിഷയമാണല്ലോ. സർവ്വ ചെരുവുകളിലും സ്ലോപ്പുകളിലും തണ്ണീർത്തടങ്ങളിലും അരുവിക്കരകളിലും എല്ലായിടത്തും പോയി വീട് വെക്കുകയാണ്. അത് വ്യാപകമായി അങ്ങനെ വീട് വെക്കുന്നത് കൊണ്ടുണ്ടാകുന്ന പാരിസ്ഥിതികമായിട്ടുള്ള ഇമ്പാക്റ്റ് എന്താണ്? അതേക്കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഗൾഫിൽ അയാൾക്ക് തോന്നിയ സ്ഥലത്ത് വീട് വെക്കാൻ പറ്റില്ലല്ലോ. അത് ഡിസൈനേറ്റഡ് ഏരിയ ഉണ്ട്, ആ ഏരിയകളിലേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ആ നിലക്കുള്ള വളരെ ഫണ്ടമെൻ്റലായിട്ടുള്ള ആലോചനകൾ ആ വിഷയത്തിൽ വേണം. അല്ലെങ്കിൽ ഈ പ്രശ്നം എല്ലാ കാലത്തും ഉണ്ടാകും. അതാണ് അതിൻ്റെ ഒരു വശം എന്ന് പറയുന്നത്. രണ്ടാമത് ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പറഞ്ഞ മാതിരി റെയിൽവേ ഒരു ഹൈ സ്പീഡ് റെയിൽവേ കോറിഡോർ ഒരു ട്രാൻസ്പോർട്ടേഷൻ കോറിഡോർ, തടസ്സങ്ങളില്ലാത്ത ട്രാൻസ്പോർട്ടേഷൻ കോറിഡോർ കേരളത്തിന് ആവശ്യമാണ്. കേരളത്തിനല്ല, വികസനം ആഗ്രഹിക്കുന്ന ഏതൊരു സമൂഹത്തിനും ആവശ്യമാണ്. ആ നിലക്ക് ഒരു പ്രോജക്റ്റ് എന്നുള്ള നിലക്ക് കേരളയിൽ നല്ലൊരു പ്രോജക്റ്റ് തന്നെയാണ്. പക്ഷേ അത് നടപ്പിലാക്കുന്ന രീതിയിൽ പ്രശ്നങ്ങളുണ്ട്. പിന്നെ അതിനെതിരെ ഉന്നയിക്കപ്പെട്ട വിമർശനങ്ങൾ പ്രധാനമായും ഞാൻ പറഞ്ഞ 5 വിമർശനങ്ങളാണ് അതിൻ്റെ എതിരാളികൾ ഉന്നയിച്ചത്. ഒന്നാമത്തെ എക്കോളജിക്കൽ ഇമ്പാക്റ്റ്, ഈ പാരിസ്ഥിതികമായിട്ടുള്ള, അതേക്കുറിച്ച് സർക്കാർ അങ്ങനെ ഗൗരവത്തിൽ മറുപടി പറഞ്ഞിട്ടില്ല. പക്ഷേ എക്കോളജിക്കൽ ഇമ്പാക്റ്റ് എല്ലാറ്റിനും ഉണ്ടാവും, അത് വേറെ വിഷയം. പരമാവധി അതിനെ എങ്ങനെ മിനിമൈസ് ചെയ്യാമെന്നുള്ളതാണ് ആലോചിക്കേണ്ടത്. ഹ്യൂമൻ കോസ്റ്റ്, ഞാൻ പറഞ്ഞാൽ കേരളത്തിൽ ഏത് പ്രോജക്റ്റ് വന്നാലും ഈ ഹ്യൂമൻ കോസ്റ്റ് ഉണ്ടാവും. 20,000 ആളുകൾ വീടൊഴിയേണ്ടി വരുമെന്നാണ് അതിനെക്കുറിച്ചുള്ള പ്രാഥമികമായ പഠനം. പിന്നെ അതിൻ്റെ ഫിനാൻഷ്യൽ വയബിലിറ്റിയാണ് വന്നൊരു പ്രശ്നം. എത്രയാണ് 64,000 കോടിയാണ് ഇതിൻ്റെ എസ്റ്റിമേറ്റ് പ്രാഥമികമായിട്ട് കണക്കാക്കിയത്. അത് പൂർത്തിയാകുമ്പോഴേക്ക് 1.25 ലക്ഷം കോടി വരെ ആയേക്കാം എന്നുള്ളതാണ്. അപ്പോൾ അത്രയും വലിയ വൻ തുക ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ അത്രയും റിട്ടേൺസ് കിട്ടുമോ എന്നൊരു ചോദ്യം. അത്രയും ഈ ഫെയർ ട്രാഫിക് ഉണ്ടാകുമോ, ഇത്രയും വലിയ തുക കൊടുത്ത ആളുകൾ ഇത്രയധികം യാത്ര ചെയ്യുമോ എന്നൊരു ചോദ്യം. അതിനുള്ളൊരു മറുപടി എന്ന് വെച്ചാൽ, നോക്കൂ, ഇങ്ങനത്തെ പ്രോജക്റ്റുകളുടെ ഡയറക്റ്റ് റവന്യൂ മാത്രമല്ല അതിലെടുക്കേണ്ടത്. ഇപ്പോൾ വലിയൊരു പ്രോജക്റ്റ് വരുന്നു, ടിക്കറ്റ് വിറ്റിട്ട് കിട്ടുന്ന പൈസ മാത്രമല്ല അതിൻ്റെ ലാഭം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ എക്കണോമിക് ബെനിഫിറ്റ് എന്ന് പറയുന്നത്. മൊത്തം നമ്മുടെ എക്കണോമിയിൽ തന്നെ അതുണ്ടാക്കുന്ന പലതരം ഗുണപരമായ മാറ്റങ്ങളുണ്ട്. അതുകൂടെ അതിനകത്ത് അതിൻ്റെ കൊളാട്രൽ ബെനിഫിറ്റ്സ് എന്ന് പറയും. ഈ കൊളാട്രൽ ബെനിഫിറ്റ് കൂടെ നോക്കിക്കഴിഞ്ഞാൽ വലിയ പ്രോജക്റ്റുകൾക്കൊക്കെ അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളുണ്ടാകും. പിന്നെ ഇത് സ്റ്റാൻഡ് ലോൺ ആണെന്നുള്ളത്. കാരണം ഞാൻ എപ്പോഴും പറയുന്ന മാതിരി ഈ ട്രാൻസ്പോർട്ടേഷൻ ഏറ്റവും പ്രധാനപ്പെട്ടൊരു സംഗതിയായിട്ട് കാണേണ്ടത് മ്യൂച്വൽ കണക്ടിവിറ്റിയാണ്. പക്ഷേ ഇത് നമ്മുടെ ഇന്ത്യയിൽ 95% റെയിൽവേ ലൈനുകളും ബ്രോഡ് ഗേജാണ്. പക്ഷേ ഈ റെയിൽവേ കെ റെയിൽ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഗേജിലാണ് വരുന്നത്. എന്ന് പറഞ്ഞാൽ ഇതിൽ കൂടെ ഓടുന്നൊരു വണ്ടിക്ക്
മറ്റേ ട്രാക്കിൽ കയറാൻ പറ്റില്ല, മറ്റേ ട്രാക്കുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല, മറ്റേ ട്രാക്കിൽ കൂടി ഓടുന്നൊരു വണ്ടി ഈ ട്രാക്കിലും വരാൻ പറ്റില്ല. അപ്പോൾ സ്റ്റാൻഡ് അലോണാണ്. അപ്പോൾ 64,000 കോടി അല്ലെങ്കിൽ 1.25 ലക്ഷം കോടി രൂപ മുടക്കിയിട്ട് നമ്മൾ ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിങ്ങനെ സ്റ്റാൻഡ് അലോണായിട്ട് കിടക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ നഷ്ടമാണ് ശരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് മണ്ടത്തരാണ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഈ വർഷം ഇതിൽ ഈ പറയുന്നതിലൊക്കെ പോയിന്റ് ഉണ്ട്. അവരും പ്രപ്പോസ് ചെയ്യുന്ന വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ നിലവിലുള്ള നമ്മുടെ റെയിൽവേ ഇതിനകത്തുള്ള സിഗ്നലിംഗ് സിസ്റ്റം അത് ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് സിസ്റ്റം ആക്കി മാറ്റിക്കഴിഞ്ഞു. ഇപ്പോൾ സെമി ഓട്ടോമാറ്റിക് എന്നോ മാനുവൽ എന്നോ പറയാവുന്ന എന്താണ് അബ്സല്യൂട്ട് ബ്ലോക്ക് സിഗ്നലിംഗ് എന്ന് പറയും. ആ സിസ്റ്റം മാറ്റുകയും ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് സിസ്റ്റം കൊണ്ടുവരികയും ഈ വളവുകൾ നിവർത്തുകയും ചെയ്താൽ 130 മുതൽ 150 കിലോമീറ്റർ വേഗതയിൽ വണ്ടി ഓടിക്കാൻ പറ്റുമെന്നാണ് ഇതിനെ കേരളയിൽ എതിർക്കുന്ന ആളുകൾ പറയുന്നത്. കേരളയിൽ പ്രോമിസ് ചെയ്യുന്നത് 200 കിലോമീറ്റർ ആട്ടോ. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ നിലവിലുള്ള നെറ്റ്വർക്കിനകത്ത് തന്നെ സംവിധാനത്തിനകത്ത് തന്നെ ആവശ്യമായിട്ടുള്ള മിനുക്കു പണികൾ നടത്തിക്കഴിഞ്ഞാൽ കുറേയേറെ മെച്ചമുണ്ടാവും. ഇപ്പോൾ അജിംസ് പറഞ്ഞ വരെ ഒരു 3ാം ട്രാക്ക് അല്ലെങ്കിൽ 4ാം ട്രാക്ക് 3ാം ട്രാക്കിനെ കുറിച്ച് സർവേ ഇന്ത്യൻ റെയിൽവേ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും. ഇത്രയും ഭീകരമായിട്ടുള്ള പണം മുടക്കി ഇത്രയും ഹ്യൂമൻ കോസ്റ്റ് ഉണ്ടാക്കി ഇക്കോളജിക്കൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കി എന്ന് വേണമെന്നുള്ള ചോദ്യമാണ്. ആ ചോദ്യത്തിന് അതിൻ്റെതായ പ്രസക്തിയുണ്ട്. പക്ഷേ എന്ത് തന്നെയാലും നമുക്കൊരു തടസ്സങ്ങളില്ലാത്ത ഇടനാഴി, യാത്രാ ഇടനാഴി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനെന്ത് വഴി കാണുന്നു അത് അടുത്ത തലമുറയ്ക്ക് ഉത്തരവാദിത്തമുള്ളൊരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതേക്കുറിച്ച് ആലോചിക്കുക തന്നെ വേണം. വി.ഡി. സതീശൻ ഓഫ് കോഴ്സ് ഇന്ന് കയ്യടി മേടിച്ചിട്ടുണ്ട്. നല്ലൊരു വിഭാഗം ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഈ തീരുമാനത്തിൽ ആഹ്ലാദഭരിതരാണ്. പക്ഷെ അതേസമയം കേരളത്തിൻ്റെ ഭാവിയോട് അദ്ദേഹത്തിന് ഉത്തരവാദിത്തമുണ്ട്. എന്താണ് പകരം വെക്കാൻ, അല്ല ഏത് നിലക്കുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ ഇക്കോസിസ്റ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചുള്ള ചിന്തകൾ കൂടെ അദ്ദേഹം മുന്നോട്ട് വെക്കേണ്ടി വരും.